നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് പുണർദ നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് പുണർദ നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. പുണർദ നക്ഷത്രക്കാർക്ക് മദ്യശൂലമാണ്. ബന്ധുജനനാശവും സ്വജന വിരോധവും അപമാനവും വനക്ലേശവും ഒക്കെ ഇതുമൂലം ഉണ്ടായേക്കാം. ദേവത വിഷ്ണുവാണ്. ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ് ലഭിക്കുക. അതായത് മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹാശിസുകൾ ലഭിക്കുമെന്നർത്ഥം. ഇനി നമുക്ക് പുണർദ നക്ഷത്രക്കാരുടെ ഈ വിഷു വർഷത്തിലെ നക്ഷത്ര ഫലത്തെ നോക്കാം. പുണർദ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദാനശീലരും സുഖവും സഹനശക്തിയും ഉള്ളവരാണ്. കുടുംബത്തിൽ നിന്ന് അകന്നു താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾ കീർത്തി നേടുന്നവരാണ്. പുണ്യകർമ്മങ്ങളിൽ താല്പര്യവും നല്ല ചിത്തവൃത്തിയോടും ധർമ്മദൃഷ്ടിയോടും ഉള്ളവരാണ്. 8 വയസ്സുവരെയുള്ളവർക്ക് സൗഭാഗ്യ കാലഘട്ടമാണ്. 8 വയസ്സ് മുതൽ 27 വയസ്സുവരെ മാതാപിതാക്കൾക്ക് ദുരിത കാലഘട്ടവുമാണ്. അതേപോലെ തന്നെ 27 വയസ്സിന് ശേഷം 44 വയസ്സുവരെ ഏകദേശം എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. 44 മുതൽ 50 വയസ്സുവരെയുള്ള കാലഘട്ടം കഠിനമായിട്ടുള്ള ശത്രുഭയം, ബന്ധുനാശം, വയറ്റിലോ കണ്ണിലോ രോഗം, മരണമോ തുല്യമോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടാകാം. 50 വയസ്സിന് മുകളിൽ 70 വയസ്സുവരെയുള്ളവർക്ക് സൗഖ്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ പുതിയ ഗ്രഹനിർമ്മാണത്തിനുള്ള സാധ്യതകളുമുണ്ട്. പുണർദ നക്ഷത്രം മിഥുനം, കർക്കിടകം രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. പുണർദ നക്ഷത്രം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12ലും ജന്മരാശിയിലും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തി കഠിനമാകുന്നതാണ്. ആത്മവിശ്വാസം കുറയാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എതിർപ്പുകളെയൊക്കെ പ്രതിരോധിക്കാൻ വിഷമിക്കുന്നതാണ്. മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് വ്യാഴം ജന്മരാശിയിലും 2ാം ഇടത്തിലും മാറി മാറി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രയത്നങ്ങളൊന്നും തന്നെ പാഴാകില്ല. സ്വപ്നങ്ങളിൽ ചിലതെങ്കിലും സഫലമാകുന്നതാണ്. എന്നാൽ മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് കണ്ടകശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗം ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ആഗ്രഹിക്കാത്ത സ്ഥലം മാറ്റം ഉണ്ടാകാം. കർക്കിടകൂറുകാർക്ക് അഷ്ടമരാഹു ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അകാരണമായിട്ടുള്ള ഭയം സൃഷ്ടിക്കാനും ഇടയുണ്ട്. ആദർശത്തിൽ ഉയർത്തി നിൽക്കുക ദുഷ്കരമായിരിക്കാം. പൊതുവെ പുണർദ നാളുകാർ സ്ഥിരോത്സാഹം, മിതവ്യയം, ക്ഷമാശീലം, ആരോഗ്യ പരിപാലനം എന്നിവ പുലർത്തേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.